എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും വാക്ക് പറയുന്ന ഒരാളല്ല കേരളത്തിൽ. പിണറായി എല്ലാവർക്കും അറിയാം. ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കുറ്റം ചെയ്യുന്ന ആരുടെയും കൂടെ നിൽക്കില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറയാറുണ്ട്. ആ പറയുന്ന കാര്യം ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അത്രയധികം ഭീകരമായ അതിക്രമമാണ് പെൺകുട്ടികൾ നേരിട്ടിട്ടുള്ളത് എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ത്രീലമ്പടന്മാരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. അതിൽ ഈ കേരളീയ സമൂഹത്തിന് ആശ്വാസമുണ്ട്. കേരളത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം അതിൽ അനൽപമായ ആശ്വാസമുണ്ട്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു, നമ്മുടെ പെൺമക്കളെ ആക്രമിക്കുന്നവരുടെ കൂടെ നിൽക്കില്ല, അതിനെതിരെയാണ് ഈ ഗവൺമെൻറ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു. ഒരുപാട് അമ്മമാരും ഒരുപാട് സഹോദരങ്ങളും പുരുഷന്മാരടങ്ങിയ സമൂഹം അതിൽ ആശ്വാസം കണ്ടെത്തുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരാൾ പറയുവാനെ മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഭരണാധികാരിയാണെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതെ, അവർക്കെന്താ പറഞ്ഞുവിടാത്തത്? കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേരളത്തിലുണ്ടായിട്ടുള്ള വികസനം എല്ലാവരുടെ കൺമുമ്പിലുള്ളതാണ്. ജനജീവിതത്തിൽ എത്ര മാറ്റമുണ്ടായി നോക്കൂ. പല സംസ്ഥാനങ്ങളിലും കോവിഡാനന്തരം ജനങ്ങളുടെ ജീവിതം വലിയ തോതിൽ പിന്നോക്കാവസ്ഥയിലേക്ക് പോയപ്പോൾ, അതിദരിദ്രരുടെ എണ്ണം പെരുകിയപ്പോൾ ഈ കേരളം അതിദരിദ്രരില്ലാതാകാനുള്ള അവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള നടപടികൾ ആസൂത്രണം ചെയ്ത ഗവൺമെൻറ്റാണ്. കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ ഒന്നും അല്ലാത്ത ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുള്ള സാമൂഹ്യ ആചാര്യന്മാരെല്ലാം ധനതത്വശാസ്ത്രജ്ഞന്മാരടക്കം അത്ഭുതത്തോടെ അത് നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി എക്സ്ട്രീം പോവർട്ടി പരിഹരിക്കാനുള്ള സമീപനം ഇടതുപക്ഷം സ്വീകരിച്ചത്? ചില IAS ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കായിരുന്നു അത്. വെറുതെ വർത്തമാനം പറയലല്ല, ആ കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ച് ആ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഒരു ഭാഗത്ത് ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക, അതേസമയത്ത് വൻകിട പദ്ധതികളടക്കം നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിൽ പഠിച്ചു വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ എല്ലാം തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സമീപനം സ്വീകരിക്കുക. വിഴിഞ്ഞം പോർട്ടും മെട്രോയും വാട്ടർ മെട്രോയും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വ്യവസായ ഇടനാഴിയും ഒരുപാട് വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ആരംഭിച്ചിട്ടുള്ള വ്യവസായ സംരംഭങ്ങളും ഇതെല്ലാം ഈ കേരളത്തിൽ 10 കൊല്ലത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത് വലിയ നേട്ടമാണ്. അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാരിവിടെയുണ്ട്. ഇനി ചെറുപ്പക്കാർക്ക് ജോലി കണ്ടെത്തി കൊടുക്കാനുള്ള കണക്ട് വർക്ക് സ്കോളർഷിപ്പ് വളരെ പാവപ്പെട്ട കുടുംബത്തിലുള്ളവർക്ക്, സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ആ മുതൽ മുടക്കുമ്പോൾ എവിടെ ചെയ്യണം, എന്ത് സംരംഭം തുടങ്ങണം, അതിന് സഹായിക്കുന്ന തൊഴിൽ കണ്ടെത്തി കൊടുക്കാനുള്ള വിജ്ഞാന കേരളം പദ്ധതി, ഇതെല്ലാം ഈ കേരളത്തിൽ അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുമോ? അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ പറയുന്നു ഈ ഗവൺമെൻറ് തുടരണം, ഈ ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾ തുടരണം. അവർക്കൊന്നും വേറെ കക്ഷി രാഷ്ട്രീയമല്ല, അവർ പറയുന്നത് ജീവിക്കാൻ സഹായിക്കുന്ന ഈ ഗവൺമെൻറ് തുടരണം എന്നാണ്. പാവപ്പെട്ട സ്ത്രീകൾ പറയുന്നു, പാവപ്പെട്ട പെൻഷനേഴ്സ് പറയുന്നു, പുരുഷന്മാരടക്കം 2000 രൂപ പെൻഷൻ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ആശ്വാസമുണ്ട്. അവർ പറയുന്നു, ഞങ്ങളുടെ കുടുംബം സുസ്ഥിരമാക്കുന്ന, ഞങ്ങളുടെ ദാരിദ്ര്യം പരിഹരിക്കുന്ന ഈ ഗവൺമെൻറ്റിനോടൊപ്പമാണ് ഞങ്ങളെന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ പുറകിലാണോ മുന്നിലാണോ എന്ന് നിങ്ങൾ മാധ്യമങ്ങളൊരു സർവേ നടത്ത്. എന്തോ ഒരു വലിയ മാറ്റം കേരളത്തിലുണ്ടായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കോൺഗ്രസിന് 4ൽ 3 ഭൂരിപക്ഷത്തിന് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള സംസ്ഥാനമല്ലേ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്. അവിടുത്തെ എല്ലാം ഗ്രാമങ്ങളുടെ ചിത്രം കണ്ടോ? ഇതേ നിങ്ങൾ മാതൃഭൂമിയുടെ 2 ചെറുപ്പക്കാർ വോട്ടർ സൈക്കിൾ ഡയറി പറഞ്ഞിട്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടുത്തെ ഗ്രാമത്തിൽ പോയല്ലോ. ഞാൻ കണ്ടു ആ യൂട്യൂബ്. എന്താ അവിടുത്തെ സ്ഥിതി ആ ഗ്രാമത്തിൻ്റെ? ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലം അതുപോലെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വെളിമ്പ്രദേശത്ത് മലവിസർജനം ചെയ്ത് മൂക്ക് പൊത്തിയിട്ട് പോകേണ്ടുന്നൊരു ഗ്രാമമുണ്ട് ഇവിടെ? നിങ്ങൾ ആലോചിക്കൂ. അതാണ് കേരളത്തിൻ്റെ മാറ്റം. ആ മാറ്റത്തിൽ കോൺഗ്രസിനൊരു പങ്കുമില്ല. ഉണ്ടെങ്കിൽ അവർക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ കിട്ടിയ സമയത്ത് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും അങ്ങനെ ആക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു കോൺഗ്രസിന്. കോൺഗ്രസ് അത് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി. BJPയും ചെയ്യുന്നില്ല, അതാണ് പരാതി.